വിളിച്ചു. ഡോറിൻ്റെ അടുത്ത് നോക്കി. ഹലോ, sure. നമ്മുടെ നൈബറില്ലേ ലിയ, അവളെന്നെ ഇപ്പോൾ ഫോണിൽ വിളിച്ചു. ഡോറിൻ്റെ അടുത്ത് നോക്കിയിട്ട് വരട്ടെ. Linny, sorry to disturb you. I know you were working from home. Is that gentleman known to you? We don't expect anyone. Who's that? I saw him knocking on your door and waiting, but you didn't open. He knocked on our door later. I thought he was some direct marketing people. Seeing the airline tag on his bags, I'm sure he came from abroad. Oh, Appachan! Appachan? Who is that? He's my father-in-law. Oh, that's good. Thank you. You're welcome. He knows English. Yeah, old standard 10. Old standard 10? What does that mean? So he studied until year 10 in English medium, he said. See you later. Take care. Hey, Appachan! മക്കളെ സുഖമല്ലേ എല്ലാവർക്കും? സുഖം അപ്പച്ചാ. അപ്പച്ചാ, ഈ പെട്ടി എന്തിനാ തലയിൽ വെച്ചേക്കുന്നേ? അതിന് വീലുണ്ടല്ലോ. എന്റെ ദൈവമേ, അമ്പടാ മോനെ, ഇത് 6500 രൂപ കൊടുത്ത് മേടിച്ച പെട്ടിയാ. ഇത് ഇട്ട് വലിച്ചു കഴിഞ്ഞാലേ അതിന്റെ ചക്രം എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. അപ്പച്ചാ, അവിടെയല്ല, പുറത്തല്ല, അവിടെയാണ് ടോയ്ലറ്റ്. അപ്പൊ നിങ്ങള് ഞാനറിയാതെ അപ്പച്ചന് വിസയൊക്കെ എടുത്തു കൊടുത്തിരുന്നല്ലേ? കൊള്ളാലോ നിങ്ങള്. ഇല്ല, ഞാനൊന്നും വന്നിട്ടില്ല. അഭിനയൊന്നും വേണ്ട. നിങ്ങൾ അറിയാതെ അപ്പച്ചൻ ഇവിടെ എത്തുകയല്ലേ, എനിക്കെല്ലാം മനസ്സിലായി. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മക്കളെ സുഖമൊക്കെ അല്ലേ? നാടൊക്കെ കണ്ട കാലം മറന്നുപോയല്ലേ? എന്ത് പറ്റി നിങ്ങൾക്ക്? ഓ, എന്ത് പറയാനാ അപ്പച്ച, ഈ പിള്ളേരെയും വെച്ച് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയാന്ന് നാട്ടിൽ വരിക? അതിൻ്റെ ഇടയ്ക്ക് 2 തവണ ജോലിയും പോയി, പുതിയ ജോലി തപ്പി പിടിച്ച് എല്ലാം കൂടെയും കഴിഞ്ഞ് വരാനൊന്നും നേരം കിട്ടിയില്ല നാട്ടിൽ. നിങ്ങൾക്കറിയോ, നീണ്ട 4 വർഷമായി നിങ്ങളെ ഈ കുഞ്ഞുമക്കളെയൊക്കെ കണ്ടിട്ട്. വീട്ടിലിരിക്കുന്നവരുടെ വിഷമം നിങ്ങൾക്കറിയില്ല. ഓ, എന്തായാലും അപ്പച്ചനൊക്കെ വന്നതല്ലേ. അപ്പച്ച, നമുക്ക് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ടേ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. അത് ശരി. അപ്പൊ ഇവിടെ വെപ്പും കൂടിയൊന്നും ഇല്ല അല്ലേ? എന്നും ഈ പുറത്തുനിന്നുള്ള ഭക്ഷണമായിരിക്കും. ചുമ്മല്ല, ഇങ്ങനെയാണ് ഈ കാരണന്മാര് കൊച്ചങ്ങളെ നശിപ്പിക്കുന്ന ചീത്ത സ്വഭാവം പഠിപ്പിക്കുന്നത്. ഈ അപ്പച്ചനെ ഇവിടുത്തെ ഒരു കൾച്ചർ അറിയില്ല. നാട്ടിൽ നിന്ന് വന്നതല്ലേ. പള്ളിയിൽ പോയപ്പോ എനിക്ക് ആകെ തൊലി വരും. പെണ്ണുങ്ങളായിരുന്നു ഒരുമാതിരി നോട്ടമാണ്. എന്താ കാണിക്കണേ ഇവിടെ? നീയത് വിട്ടേരെ, പ്രായമായതല്ലേ അപ്പച്ചനെ. പ്രായം വെച്ച് പെണ്ണുങ്ങളിങ്ങനെ തുറിച്ചു തോന്നുന്നുണ്ടോ? ആ പള്ളിയിൽ വെച്ച് ഹോളി കമ്മ്യൂണിന്റെ സമയത്ത് അങ്ങനെ എന്താ കാണിച്ചേ? ആ വൈൻ തന്നപ്പോ അത് മുഴുവൻ അങ്ങനെ കുടിച്ചിട്ട് അവസാനം ഒരു ഒച്ചത്തിൽ താങ്ക് യു. നാണം കെട്ടുപോയി മനുഷ്യൻ. അത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്. നമുക്കത് നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കാം. ചമ്മിപ്പോയില്ലേ, സാരമില്ല,
മക്കള്, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഏത് സമയം നോക്കിയാലും ഈ മൊബൈൽ കുത്തി ഇവിടെ ഇരിക്കുകയാണ്. ഈ കുട്ടികളെയൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയി ആ കുട്ടികൾ കളിക്കുന്ന ആ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് കളിച്ച് ഈ കാറ്റും വെളിച്ചൊക്കെ കൊണ്ട് നടക്കണ്ടേ? എന്തോ ഒരു ജീവിതമാണ് നിങ്ങളുടേത്. ജോലി, വീട്, വീട്, ജോലി, ഇതല്ലാതെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലില്ല. ഞാനിപ്പോൾ ഓർക്കാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം. അന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും സംസാരിക്കുകയും കളിതമാശ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് ഇപ്പോൾ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തോട് മുഖം നോക്കിയ ആരും ഒന്നും മിണ്ടുകയല്ല. ഇന്നലെ ആകെ ആ കുട്ടികൾ നിങ്ങളോട് സംസാരിച്ചത് ആകെ രണ്ട് വാക്ക്, ബൈ ഡാഡി, ഗുഡ് നൈറ്റ്. ഇത് എന്തോ ഒരു ജീവിതമാണ് ഇത്. ഇതെന്തോ ജയിലും. ഓ എന്ത് ചെയ്യാനാ അപ്പച്ച? ഇച്ചായനാണെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെ ജോലി, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോലി. ആ രണ്ടുപേരുടെ ജോലിയും കഴിഞ്ഞ് വീട്ടിലെ പ്രാരാബ്ദവും കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ കൂടെ ഒന്ന് ഇരിക്കാനൊന്നും നേരമില്ല. അവരവരുടെ നോക്കി പൊക്കോളും. നല്ലത് തന്നെ. ഇങ്ങനെ പോയാൽ വലിയ മോശം വരിക. നാളെ തുടങ്ങി ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം കൊടുത്തു പോകരുത്. ഞാനുണ്ട്, അവരെ നോക്കിക്കോളാം. നാളെ തുടങ്ങി നിങ്ങൾക്ക് ഈ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോയി ആ പാർക്കിലൊക്കെ പോയി കളിച്ച് നല്ല നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമുക്ക് നന്നായിട്ട് അങ്ങ് ആഘോഷിക്കാന്നേ. അപ്പച്ചനുണ്ടാക്കാൻ നല്ല നാടൻ ഫുഡ് കേട്ടോ. എടാ, അപ്പച്ചൻ പപ്പയും മമ്മിയുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഫോൺ തരണ്ടാന്നാ. നമ്മൾ എന്തു ചെയ്യും? നമുക്ക് അപ്പച്ചനെ ഇവിടുന്ന് ഓടിച്ചാലോ? അയ്യോ, ഓടിക്കൊന്നും വേണ്ട, ജസ്റ്റ് പേടിപ്പിച്ചാൽ മതി. എടാ പൊട്ടാ, അവര് ഫോൺ എടുക്കുമോ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. നമുക്ക് അപ്പച്ചനെ എങ്ങനെ ഇവിടുന്ന് ഓടിക്കുന്നേ? എടാ, എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മുടെ കയ്യിരിക്കുന്ന ഓജോ ബോർഡ് നമുക്ക് അപ്പച്ചനെ അത് വെച്ച് പേടിപ്പിക്കാം. നമുക്ക് ഒച്ച ഉണ്ടാക്കാൻ വേണ്ടി സ്പീക്കർ എല്ലാം ഒളിപ്പിച്ച് വെക്കാം. അപ്പച്ചൻ ഓടിക്കോടി ഓടുന്നത്. കുഴപ്പമാവോ? അപ്പച്ചനെങ്ങാനും പേടിച്ച് ചത്തു പോകുമോ? ഇല്ലടാ, കുഴപ്പമൊന്നും കാണത്തില്ല. അപ്പച്ചൻ വിച്ചിനെ കണ്ടിട്ടുണ്ടോ? വിച്ചോ? എന്ത് വെച്ച്? ഈ സാൻഡ്വിച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ല, യക്ഷി കണ്ടിട്ടുണ്ടോ? യക്ഷി എന്റെ അടുത്ത് നടന്നത് തന്നെ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ കള്ളിയെക്കാട്ട് നീന്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ യക്ഷീനെ വരെ വരച്ച വരയിൽ നിർത്തിയ ആളാണ് ഞാൻ. പിന്നെയല്ലേ നിങ്ങളുടെ ഈ യക്ഷി നടന്നത് തന്നെ. അപ്പച്ചൻ ഇത് കണ്ടിട്ടുണ്ടോ? ഇതെന്താ മക്കളെ? അപ്പച്ച, ഇതാണ് ഓജോ ബോർഡ്. യക്ഷിനെ വിളിക്കുന്ന സാധനം. യെസ് എന്ന് പറഞ്ഞാൽ യക്ഷി ഉണ്ട് ഇവിടെ. നമുക്ക് എല്ലാം ഉറങ്ങിയിട്ട് രാത്രിയിൽ ഒന്ന് കളിക്കാം. അപ്പൊ അപ്പച്ചൻ യക്ഷിനെ ഓടിക്കുന്നതും കാണാം. വരട്ടെ, നിങ്ങളുടെ ഓജോക്ഷികൾ വരട്ടെ. അപ്പ കാണിച്ചു കൊടുക്കാം ഈ പാപ്പച്ചൻ ആരാന്ന്. അയ്യോ, ഓജോ യക്ഷിയല്ല, ഇത് ഓജോ ബോർഡാ. ഓജോ ബോർഡിൽ നമ്മൾ വേറെ യക്ഷിനെ വിളിക്കുന്നതാ. അപ്പച്ചനൊന്ന് അടങ്ങ്. നമുക്ക് 12 മണിക്ക് മിഡ് നൈറ്റിന് കളിക്കാം. എന്നാലേ യക്ഷി എടുത്തോളൂ. 12 മണിക്കോ 1 മണിക്കോ എപ്പോഴെങ്കിലും വരട്ടെ. ഈ പാപ്പച്ചൻ ആരാണെന്ന് അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഓജോ യക്ഷി. യക്ഷി വരുമ്പോ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ അപ്പച്ച, ഞാൻ വിളിക്കാം. നമുക്ക് അപ്പം കാണാം. ഗുഡ് നൈറ്റ്. രണ്ട് സ്പീക്കറുണ്ട്. എടാ, ഇത് വർക്ക് ചെയ്യുമല്ലോ അല്ലേ? ഉറപ്പായും വർക്ക് ചെയ്യും. എടാ, നീ ഇതിൻ്റെ അടുത്ത് വെക്ക്. ഞാൻ ആ മറ്റേ സ്പീക്കറിനകത്ത് അവിടെ വെക്കാം. ഈ ബോർഡെല്ലാം നമുക്ക് റെഡിയാക്കാം. ഓക്കെ ഓക്കെ, ഞാൻ പപ്പയും മമ്മി അറിയാതെ അപ്പച്ചനെ പതുക്കെ വിളിച്ചോണ്ട് പോവാം. ശരി ശരി, ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം.
എന്തോന്ന് പേടി, നിങ്ങൾ വിളിക്കും മക്കളെ, നമുക്ക് കാണാം. എന്താണ് എന്താണ് ബഹളം? അപ്പച്ചൻ? അയ്യോ അപ്പച്ചൻ! ലിനി പോയി ആംബുലൻസ് വിളി. പോയി വെള്ളം എടുത്തോളൂ. അപ്പച്ച അപ്പച്ച എനിക്ക് അപ്പച്ച. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പച്ചനോ? ഏതപ്പച്ചൻ? തോണി തോണി തോണേച്ചി തോണി. അപ്പച്ച, ഞാൻ ലിനിയാണ്. എന്ത് പറ്റിയേ? ലിനിയോ? ഏത് ലിനി? ഏടാ, നീ ഒന്ന് പൊക്കി നോക്കിയടാ, ഒന്ന് പൊക്കി നോക്കി. ഏടാ, അതല്ല, തുണി പൊക്കി നോക്കിയടാ. അപ്പച്ചൻ നിൽക്കണ ഏടാ പല്ലുപോലെ അവളെ കാല് നിലത്ത് വിട്ടിട്ട് നോക്കണ. ഇവള് മറ്റവളാണോ നോക്കിയിരുന്നത്? അപ്പച്ച, ഞാനാണ് ലിനി. നീ നോക്ക്, എന്റെ കാല് തൊട്ട് നോക്ക്. മക്കൾ പേടിച്ചു പോയോ? അമ്മ ഫേസ് മാസ്ക് ഇട്ട് ഉറങ്ങിയതല്ലേ രാത്രി? എന്നാലും എന്റെ മോള് ഇത് ഒരു ഒന്നൊന്നര മേക്കപ്പായി പോയിട്ടോ. ഓ എന്റെ പൊന്ന് ലിനി. അപ്പച്ച ഒന്നും പറയണ്ട. എന്നാലും ഞാൻ വരെ പേടിച്ച് മൂത്രമൊഴിച്ചു പോയി. അയ്യോ, എന്ത് സൗണ്ടാണ്? അയ്യോ, എന്താണ്? ചീവിടിന്റെ സൗണ്ട് പോലെ. ആ ശരിയാണല്ലോ, അത് ചീവിയുടെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. അയ്യോ, മമ്മി അത് ചെയ്യുന്നില്ല, സ്പീക്കറാണ്. ഇപ്പൊ ഓഫ് ചെയ്യാം. മോളെ, അപ്പച്ചോട് ക്ഷമിക്കണോണ്ട. അന്ന് മനഃപൂർവ്വമല്ല, ഈ തലതെറിച്ച പിള്ളേരുടെ ഒരു കാര്യം മനുഷ്യൻ പേടിച്ചു പോയി. മോൾക്ക് ഈ ചീവീടിന് ഇത്ര പേടിയാണോ? അതെ അപ്പച്ച, അവർക്ക് ചീവിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാ നമ്മൾ 4 വർഷമായിട്ട് നാട്ടിൽ വരാത്ത. ആ ആണോ? അപ്പച്ചൻ ഇത് അറിഞ്ഞില്ല മക്കളെ. അപ്പച്ചൻ വിചാരിച്ചത് നിങ്ങൾ മനഃപൂർവ്വം നാട്ടിലേക്ക് വരാതിരിക്കുന്നതാണെന്നാണ്. ഓ അപ്പച്ചോ, എന്തൊക്കെ തള്ളായിരുന്നു. കളയങ്ങാട്ട് നീലി വെറുതെ കിടക്കുന്നു. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കുള്ളത് ഞാൻ തരാട്ടോ. ഓക്കെ, ശരി എന്നാ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങും. ഓക്കെ, ഗുഡ് നൈറ്റ് അപ്പച്ച. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ശശിയേട്ടനോ? എനിക്ക് അപ്പച്ച, ഇതാണ് നമ്മുടെ ശശിയേട്ടൻ. ഇവിടുത്തെ കേബോർഡിലെ മെയിൻ ആളാണ്. ആ ശശിയേട്ടനോ? വിഷുവൊക്കെ ഇവിടെ വരെയായി. ഇതെന്താ കയ്യില് കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ? ഇത് വിഷുവിന്റെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആണ് കേട്ടോ. പിന്നെ അപ്പച്ച നാട്ടിലെവിടെ? എന്റെ വീട് എടലക്കാട്, കേട്ടിട്ടുണ്ടോ? കട്ടപ്പനയിൽ നിന്ന് കുറച്ച് ഒരു 20-25 കിലോമീറ്റർ ആകണം.
കട്ടപ്പനയിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത് എടലക്കാട്, അവിടെ ഒരു പാച്ചമാഷിനെ അറിയാം. ആ, ഞാൻ കേട്ടിട്ടുണ്ട്. പാച്ചമാഷ അറിയാവോ? പിന്നെ അറിയാമോന്നോ? ശരിക്കും അറിയും. ഞങ്ങൾ പണ്ട് എൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ള കുടുംബ സുഹൃത്തായിരുന്നു. ആ, നിങ്ങൾക്ക് ഈ പറയുന്ന പാച്ചമാഷിനെ പറ്റി അറിയാമോ? പാച്ചമാഷ് തൊടുപുഴയിലെ ഒരു പള്ളി സ്കൂളിലെ അധ്യാപകനായിരുന്നു. പുള്ളിയുടെ ജോലി പുള്ളി പള്ളിക്കാർക്ക് കൊടുത്ത് പുള്ളി നല്ല കാശ് വാങ്ങിച്ചു. ലക്ഷക്കണക്കിന് രൂപയല്ലേ കിട്ടിയത്. അത് കൊണ്ടുപോയി എടലക്കാട് ആ ഹൈ റേഞ്ച് മൊത്തം വാങ്ങിച്ചു കൂട്ടി. അവിടെ ഒരു ഓലപ്പുര വെച്ച് കെട്ടി സ്വന്തമായിട്ട് സ്കൂളും തുടങ്ങി. ആ സ്കൂള് പുള്ളി പള്ളിക്കാർക്ക് തന്നെ കൊടുത്ത് ഇഷ്ടം പോലെ കാശ് വാങ്ങിച്ചു. ആറ്റിനാ പുള്ളി. ശശി തള്ളുതമ്മി എന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അപ്പച്ച ഞാൻ കേട്ടിട്ടില്ല. ആ, എന്നാ അങ്ങനെ ഒരാളുണ്ട്. നീ അയാളെ തോൽപ്പിക്കും. മോനെ ശശികുമാരൻ, ഈ പാച്ചുപാഷ എന്ന് പറയുന്ന ആള് നിന്റെ മുമ്പിൽ നിൽക്കുന്നതേ ഈ ഞാൻ തന്നെയാണ്. നിന്നെയോ നിന്റെ അച്ഛനെയോ എന്റെ ജീവിതകാലത്ത് ഞാൻ കേട്ടിട്ട് പോലും. മോനെ ശശി, തള്ളുമ്പോ ഒന്ന് പതുക്കെ തള്ളടേ. അപ്പച്ച എനിക്ക് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്ത് പോകണുണ്ട്. അപ്പൊ ശരി, എല്ലാവരും ഓക്കെ പൊക്കോട്ടെ. നിക്ക് നീ എന്തായാലും വന്നതല്ലേ, അങ്ങനെ പോയാലോ? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നിന്റെ അടുത്ത് കരം തീർത്ത രസീറ്റ് വല്ല ഇരിപ്പുണ്ടോ? പിന്നെ അപ്പച്ച കരുത്തിരുത്ത സീറ്റൊക്കെ എന്തിനാ ഇവിടെ? അതെ, നീ ഒരു ഉപകാരം ചെയ്യൂ. ഒരു സാക്ഷി ഒപ്പിട്ട് തരാമോ? ആരെന്താ അപ്പച്ച ഒപ്പിട്ട് തരാമല്ലോ? ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? ലൈസൻസ് മതിയോ അപ്പച്ച? ആ, അത് മതി. ഇത് ധാരാളം മതി. മോ പോയി ഇതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തോണ്ട് വന്നേ. ശരി, കേട്ടോ. ഈ ഡോക്യുമെന്റിൽ നീ ഒന്ന് ഒപ്പിട്ടെ. മോളെ, നീ ഇനി വന്നേ. നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇതിനകത്ത് ഇത് കാണുന്നിടത്ത് ഒന്ന് ഒപ്പിട്ടെ. ഞാൻ ഓൾറെഡി ഒപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ അപ്പച്ച? ആ, നീ പറയണ കേൾക്കും മോളെ. ഒപ്പിട്. ആ ശശി, നീ ഇവിടെ സാക്ഷിയായിട്ട് ഒന്ന് ഒപ്പിടണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇനി മുതൽ തള്ളുമ്പോ ഇത്തിരി പതുക്കെ തള്ളണം കേട്ടോ. ശരി, എന്നാ ഓക്കെ. എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ബൈ. അപ്പച്ച, ഇതെന്താ ഈ സാക്ഷിയൊക്കെ ഒപ്പിടിയിച്ച്? എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഈ ഡോക്യുമെന്റ്സ് എല്ലാം? ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണ്ടേ. നാട്ടിലുള്ള നമ്മളുടെ എല്ലാ സ്വത്തുവകകളും ഒരു റിസോർട്ട് കമ്പനി വന്ന് ഒത്തു വന്നപ്പോൾ ഞാനതങ്ങ് വിറ്റു അവർക്ക്. ബാക്കിയുള്ള സ്ഥലം പാർട്ടിക്കാരനും കൊടുത്തു. അപ്പോൾ പാർട്ടിക്കാര് അതിന് പകരമായിട്ട് എനിക്കൊരു കൊച്ചു വീട് വെച്ചു തന്നു. അത് വിറ്റ് കിട്ടിയ തുക നിങ്ങൾക്ക് 4 പേർക്കും കൃത്യമായിട്ട് 4ആയിട്ട് ഭാഗിച്ച ഒരു രേഖാപത്രമാണ് നിങ്ങളിപ്പോൾ ഈ ഒപ്പുവെച്ചത്. തുക ബാങ്കിലുണ്ട്. ഞാൻ ടൂറിസ്റ്റ് വിസയിൽ വന്നതാണ്. 27 ദിവസമായി ഇന്നത്തേക്ക്. നാളെ എനിക്ക് എന്തായാലും നാളെ 28-ാം തീയതി 28 ദിവസത്തേക്ക് ഞാൻ നാളെ പോകും. അയ്യോ, അപ്പച്ചൻ പോവാനോ? പോവല്ലേ, ഇവിടെ തന്നെ നിൽക്കേ. മക്കൾ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾ നാട്ടിലേക്ക് പോയോ? അവിടെ വെച്ച് നമുക്ക് കാണാം കേട്ടോ. അപ്പച്ചൻ നാട്ടിലുണ്ടാവും കേട്ടോ. അപ്പച്ചൻ പോയേ പറ്റൂ. എന്ന് ശരി മക്കളെ, നിങ്ങൾ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങും. നാളെ എനിക്ക് നേരത്തെ എണീറ്റ് എയർപോർട്ടിൽ പോകാനുള്ളതാണ്. പിന്നെന്താ, നമുക്ക് എല്ലാവരും പോവാം.
ഇവിടെ റെഡി ആയിക്കാണ്. ഡോറിൽ നോക്കി ചെയ്തിട്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അകത്ത് ലൈറ്റും ഉണ്ട്. അപ്പച്ചൻ എന്തെടുക്കണേ? അപ്പച്ച വാ, സമയമായി. അപ്പച്ച എന്നാ കാണിക്കുന്നത്? അയ്യോ, റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. എന്തു പറ്റിയാവോ? എന്റെ ഭർത്താവേ, ചർച്ചോ? അപ്പച്ച, അപ്പച്ച, അതോർക്ക്, അപ്പച്ച. അയ്യോ അപ്പച്ച വാലെടുത്ത് അപ്പച്ച വാങ്ങിയിട്ട് അപ്പച്ച അപ്പച്ച തുറക്ക് വാതില് അപ്പച്ച എന്തേച്ചി വാങ്ങിയിട്ട് ഈ നാടകത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും പരിചയപ്പെടുന്ന ശേഷം ഒരു ചെറിയ വോട്ട് ഓഫ് താമസത്തോടെ പരിപാടി അവസാനിക്കുന്നതാണ്.